ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാർക്കും ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു പരക്കം പാച്ചിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, റെഡി? എല്ലാ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്ന് നോക്കുക. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതൊക്കെ എന്താണെന്ന് നോക്കുക. അതുപോലെ തന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഏതാണ് റിയൽ അക്കൗണ്ട്, ഏതാണ് നോമിനൽ അക്കൗണ്ട്, ഏതിലാണ് എല്ലാ വർഷത്തെ കാര്യങ്ങളും കൊടുക്കുക, ഏതിലാണ് ഈ വർഷത്തെ മാത്രം ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ പല രീതിയിലാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരിക. പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ നോക്കി വെക്കുക. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ അതിങ്ങനെ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഏരിയയാണ് വലിയൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾക്കൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചോദ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. റിയൽ അക്കൗണ്ട് എന്താണ്, നോമിനൽ അക്കൗണ്ട് എന്താണെന്നൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. സബ്സ്ക്രിപ്ഷൻ്റെ ഏരിയാസ് നോക്കുക. മെയിനായിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഡിലീറ്റഡ് പോർഷൻ ഒന്നുമല്ല, എക്സാമിനുള്ള ചാപ്റ്റർ തന്നെയാണ്. അതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട, അതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക്സ് കോൺസെപ്റ്റ്സിൽ എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിലെ കോണ്ടന്റുകളായിട്ട് വരുന്നത്, അഥവാ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്തൊക്കെയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് ഈക്വൽ ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇല്ല, അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് 2 മെത്തേഡാണുള്ളത് അല്ലേ. അതായത് ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എത്ര ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഫ്ലക്ച്വേറ്റിങ്ങിൽ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്ത്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ഫോർമാറ്റ്, അതിൽ വരുന്ന കോണ്ടന്റുകൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ ജേർണൽ എൻട്രീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, അതുപോലെ തന്നെ വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, വെൻ ദ എമൗണ്ട് ഈസ് വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് എവ്രി മന്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ദെൻ വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ക്വാർട്ടർലി, വെൻ വാരിയിങ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്, വെൻ ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് ആർ നോട്ട് സ്പെസിഫൈഡ്. ഈ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നന്നായിട്ട് തന്നെ നോക്കുക. അതിൻ്റെ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക, വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് തന്നെ പഠിക്കുക. ദെൻ ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് വെച്ചാൽ എന്താണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ അതിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ്, ഡെഫിനിഷന്, പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കോണ്ടൻറ്റ്, അതില്ല എങ്കിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷൻ നന്നായിട്ട് തന്നെ നോക്കുക. ദെൻ തേർഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പുതുതായിട്ടൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ രീതിയിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് നോക്കുക. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ,
ഓക്കെ, ഇതിൽ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറാണ് തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് അദ്ദേഹം എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, അക്വിസിഷൻ ഓഫ് റൈറ്റ്സ് ബൈ ന്യൂ പാർട്ട്ണർ, എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, പിന്നെ എന്തൊക്കെ പ്രോബ്ലം, ഇതിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ, അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, adjustments of reserves and accumulated profits or losses, and adjustment of capital accounts of partners. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കും. ഇതിൽ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതുപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിംഗ് റേഷ്യോ, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അതിൽ തന്നെ ക്യാപിറ്റലൈസിംഗ് ദ ആവറേജ് പ്രോഫിറ്റ്, പിന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എന്നുള്ള ഒരു ഏരിയയിൽ നന്നായിട്ട് തന്നെ നോക്കുക. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നന്നായിട്ട് തന്നെ നോക്കാനുണ്ട്. അതിൽ ഒത്തിരി റേഷ്യോസ് കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം, തിയറീസ് വരാം. സോ അതെല്ലാം നന്നായിട്ട് തന്നെ നോക്കുക. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഏരിയാസാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നാലാമത്തെ ചാപ്റ്ററിൽ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഓൺ റിട്ടയർമെൻറ്റ്, അതിൽ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, ഗെയിനിങ് റേഷ്യോ കാണുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, സെറ്റിൽമെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അതിൻ്റെ ഒരു തിയറി ആണെങ്കിലും പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. ഒത്തിരി പ്രോബ്ലം അവിടെ നിന്ന് തന്നെ വരുന്നതാണ്. ഈ ഒരു ചാപ്റ്ററിൽ തിയറിയേക്കാളും പ്രോബ്ലം ആണ് 8 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ ഒത്തിരി സാധ്യതയുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൊല്യൂഷനിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് നോക്കുക. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്നത് രണ്ടാണ്. പിന്നെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, ആൻഡ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർ, ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ആരും ഈ ഒരു ഏരിയയും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ നോക്കുക. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു ടൈമിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അറിയാത്തത് സ്കിപ്പ് ചെയ്തിട്ട് അറിയുന്നതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ബൈ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് നിങ്ങളുടെ സമയം ഉപയോഗിക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ അത് മാത്രമായിരിക്കണം കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ഒരു അജണ്ട. സോ ഓൾ ദ വെരി ബെസ്റ്റ്.